ഹലോ, എല്ലാവർക്കും സ്വാദ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാദ് ഓഫ് കേരളയുടെ ഇന്നത്തെ വീഡിയോ ഒരു മധുര പലഹാരമാണ്, ഏലാഞ്ചി. ഇതൊരു മലബാർ സ്നാക്കാണ്. ഇതിന് രസകരമായ മറ്റു പേരുകളുമുണ്ട്. ലവ് ലെറ്റർ, മുട്ട കുഴലപ്പം എന്നൊക്കെ പറയും. വളരെ എളുപ്പത്തിൽ 10-20 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കാൻ പറ്റും. എളുപ്പം കിട്ടുന്ന ചേരുവകളെ ആവശ്യം വരുന്നുള്ളൂ. മൈദ കൊണ്ട് ദോശ പോലെ ഉണ്ടാക്കി അതിൽ തേങ്ങയുടെ ഫില്ലിംഗ് വെച്ച് ചുരുട്ടിയെടുത്താണ് ഉണ്ടാക്കുന്നത്. റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം ഫില്ലിംഗ് റെഡിയാക്കാം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കണം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് നുറുക്കിയതിട്ട് ചെറുതായി നിറം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വറുക്കാം. അടുത്തത് അതിലേക്ക് 10-15 കിസ്മിസ് നുറുക്കി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വീർത്ത് വന്നാൽ 1 മുതൽ 1.5 കപ്പ് തേങ്ങ ചിരുകിയതും ഇട്ട് കൊടുക്കാം. അടുത്തത് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. കൂടെ 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയുടെ നിറം ഒന്നും മാറണ്ട, എല്ലാം ഒന്ന് മിക്സ് ആയാൽ മതി. ഫില്ലിങ് റെഡിയായി കഴിഞ്ഞു. അടുത്തത് ദോശ ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കാം. 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യമില്ല. 1 നുള്ള് മഞ്ഞൾപ്പൊടി, നിറത്തിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. 1 മുട്ട. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി കലക്കിയെടുക്കണം. ദോശമാവിനേക്കാൾ അല്പം കൂടി കട്ടി കുറച്ച് വേണം കലക്കാൻ. എന്നാൽ ഒത്തിരി വെള്ളം പോലെ ആവുകയും ചെയ്യരുത്. ഇനി ഒരു തവ ചൂടാക്കി അതിൽ ഓരോ തവി മാവ് ഒഴിച്ച് തിരിച്ചു മറിച്ചുമിട്ട് ദോശ ചുട്ടെടുക്കാം. ആവശ്യമെങ്കിൽ തവിയിൽ അല്പം നെയ്യ് പുരട്ടാം. ഒരുപാട് നെയ്യ് വേണ്ട, കാരണം കൂടുതൽ നെയ്യായാൽ ദോശ പരത്താൻ പാടാവും. അതുപോലെ ദോശ മുരിഞ്ഞ് നിറം മാറാതെ ശ്രദ്ധിക്കണം. കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് ദോശ റെഡിയാകും. ഇനി ഓരോ ദോശയിലും ഒരു വശത്തായി 2-3 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ദോശയുടെ അടിഭാഗത്താണ് ഫില്ലിംഗ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് റോൾ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എന്നിട്ടിത് ചുരുട്ടി ഒരു റോള് പോലെ ആക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വശങ്ങൾ കൂടി മടക്കി വയ്ക്കാം. ഇങ്ങനെ എല്ലാ ദോശയും ഫില്ലിംഗ് വെച്ച് റോളാക്കാം. ഏലാഞ്ചി റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയുമാണ്. ഇത് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാനായി സ്വാദ് ഓഫ് കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.